മഹത്വം ഉണ്ടാകട്ടെ. പാന്തത്ത് ഫോർ ദ ലിവിംഗ് വേൾഡ് സഹോദരിമാർക്കായിട്ട് നടത്തുന്ന 154ാമത്തെ പ്രയർ സൂം മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു. നമ്മുടെ ഫിലിപ്പിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നു: ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കൽക്കാക്കും. നാം എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊന്നിനെ കുറിച്ച് വല്ലപ്പോഴുമെങ്കിലും വിചാരപ്പെടുന്നവരാണ്. എന്നാൽ വിചാരപ്പെടാതെ ഈ കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ നമ്മളുടെ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകുന്നതിന് ഉപരിയായിട്ട് നമ്മളെ അവൻ നടത്തും. അങ്ങനെ പലർക്ക് വേണ്ടി ഇടനില നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും സ്തോത്രം അർപ്പിക്കുവാനുമായിട്ട് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നതാണ്. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഓർഡർ ഞാനൊന്ന് പറയട്ടെ. ആദ്യമായിട്ട് പ്രാർത്ഥന ബൈ സിസ്റ്റർ എൽസി ബേബി ഫ്രം അറ്റ്ലാന്റ. അതിനുശേഷം നമുക്കായിട്ട് 2 ഗാനങ്ങൾ ആലപിക്കുന്നത് യങ് സിസ്റ്റർ ആക്ഷ അജി ഫ്രം തിരുവനന്തപുരം. പിന്നെ വചന ശുശ്രൂഷ 20 മിനിറ്റ് നേരത്തേക്ക് സിസ്റ്റർ തങ്കമ്മ സാം ഫ്രം തിരുവനന്തപുരം. അവസാനമായിട്ട് ലാസ്റ്റ് ബട്ട് ലീസ്റ്റ് ബട്ട് ക്ലോസിംഗ് പ്രയർ ബൈ സിസ്റ്റർ ബീന ജോണി. അപ്പോൾ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പ്രൈസ് ആൻഡ് പ്രേയർ നായിട്ട് സിസ്റ്റർ എൽസി ബേബിയെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സിസ്റ്റർ എൽസി. താങ്ക് യു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ തൃപ്പാദത്തിൽ ഇതാ മുട്ടുകുത്തുന്നു. സ്തോത്രത്തോടുകൂടെ നിന്റെ ആവശ്യങ്ങൾ അറിയിപ്പാനാണല്ലോ നീ കൽപ്പിച്ചിരിക്കുന്നത്. ഇതാ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ വന്ദിക്കുന്നു, ആരാധിക്കുന്നു. നീ സ്തുതിക്ക് യോഗ്യൻ നീ ആകയാൽ സ്തോത്രം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നീ പരിശുദ്ധൻ 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 എന്ന് സ്വർഗത്തിലെ ദൂതന്മാർ ആർത്തു ആശിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളും ഇതാ തൃപ്പാത്തിൽ വീണ് വണങ്ങുന്നു, നമസ്കരിക്കുന്നു, ആരാധിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യൻ നീ മാത്രമാകയാൽ നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ കർത്താവെ, ഞങ്ങൾക്ക് കൂടുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ദുഷ്ടഭൂമിയിൽ വെച്ച ഒരവസരം കൂടെ തന്നതോർത്ത് സ്തോത്രം. സമാധാനമില്ലാത്തൊരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവെ, എവിടെ നോക്കിയാലും ദുഃഖങ്ങളും അനർത്ഥങ്ങളും, കർത്താവ് പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും പകർച്ചവ്യാധികൾ, ഇങ്ങനെ ഒരു സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ ഇത്ര സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ ജയോത്സവമായി നടത്തുന്ന കർത്താവെ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ആരാധിക്കുന്നു. നിന്റെ മക്കൾ എന്നുള്ള പദവി ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. അതിന് കാരണഭൂതനായ കർത്താവായ യേശുക്രിസ്തുവിനായിട്ട് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന്റെ ഭവനത്തിൽ ദൈവമക്കളായി വീണ്ടും ജനിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച സഹോദരി സഹോദരന്മാർക്കായിട്ട് സ്തോത്രം, സഭകൾക്കായിട്ട് സ്തോത്രം, കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം, കൂട്ടായ്മകൾക്കായിട്ട് സ്തോത്രം. ആ വിധത്തിൽ ഇന്ന് കർത്താവ് നിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രാർത്ഥനകൾ, അഭയാചരങ്ങൾ, സ്തുതിസ്തോത്രങ്ങളൊക്കെ അർപ്പിക്കുവാൻ തക്കവണ്ണം നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ആരംഭം മുതൽ അവസാനം വരെ പല രാജ്യങ്ങളിൽ ഇരുന്നാണ് ഞങ്ങളിത് ചെയ്യുന്നതെങ്കിലും നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം. സ്വർഗം അവിടുത്തെ സിംഹാസനമാണ്, ഭൂമി അവിടുത്തെ പാദപീഠമാണ്. അതുകൊണ്ട് ആ പാദപീഠത്തിൽ ഇതാ ഞങ്ങൾ മുട്ടുകുത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഇന്നത്തെ സകല പരിപാടികളും തൃപ്പാത്തിൽ ഞങ്ങൾ അർപ്പിക്കുകയാണ്. അതെല്ലാം നിന്റെ നാമത്തിന്റെ മഹത്വത്തിനാക്കി തീർക്കണം. ലേഡി എന്ന സഹോദരിക്കും, പാട്ടുപാടുന്ന കുഞ്ഞുങ്ങൾക്കും, വചനം സംസാരിക്കുന്ന നിന്റെ ദാസിക്കും, അതുപോലെ ഞങ്ങൾ ബ്രേക്ക് റൂമിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് ഹൃദയത്തിന് പരമാർത്ഥ ഹൃദയത്തോടെ തിരുമുമ്പാകെ അർപ്പിക്കുവാൻ തക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരും കുറ്റക്കാരാണ്, തെറ്റുകുറ്റക്കാരാണ് കർത്താവെ. അതെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. ആരുടെയെങ്കിലും ഹൃദയത്തിൽ അകൃത്യങ്ങൾ പകച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് ഇന്നത്തെ ഞങ്ങളുടെ പ്രാർത്ഥന തിരുനിവാസത്തെ ചലിപ്പിക്കുവാൻ തക്കവണ്ണം, സ്വർഗം സന്തോഷിക്കുവാൻ തക്കവണ്ണം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കത്തക്കവണ്ണം ആയിരിക്കാൻ സഹായിക്കണം. വന്നുപോയ തെറ്റുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണം. കേട്ട പ്രാർത്ഥനയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഉത്തരം നൽകിയതിനാൽ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സിസ്റ്റർ എൽസി.
എൽസി ആന്റി പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തതുപോലെ ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ഭജന ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മൾ ബ്രേക്ക് ഔട്ട് റൂമിൽ പോയി 7:25 വരെ പ്രാർത്ഥനയുണ്ട്. ഈ കൂടിയിരിക്കുന്നവരിൽ ആരും പ്രാർത്ഥനയ്ക്ക് ജോയിൻ ചെയ്യാതെ പോകരുത് എന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ വയ്ക്കുവാനായിട്ടുണ്ട്. അടുത്തതായിട്ട് എസെക്കിയേൽ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഥാ മാതാ തഥാ പുത്രി. നമ്മളിപ്പോൾ 2 ഗാനം കേൾക്കുവാൻ പോവുകയാണ്. ഈ എൽസി ആന്റി പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തല്ലോ, ഈ ദുഷ്ടഭൂമിയാണ്. ദുഷ്ടഭൂമിയിൽ അനേകം യങ്സ്റ്റേഴ്സ് ലോകത്തിന്റെ പിൻപേ ഓടുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളിൽ പലരും ദൈവ വഴിയിൽ നിൽക്കുന്നു എന്നുള്ളത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആക്ഷമോൾ ഇപ്പോൾ നമ്മൾക്കായിട്ട് 2 ഗാനങ്ങൾ ആലപിക്കാൻ പോവുകയാണ്. മോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്. അവളെ ദൈവ വഴിയിൽ അവളുടെ നിലനിൽപ്പിന് വേണ്ടിയും അവളുടെ പഠിത്ത കാര്യങ്ങൾ, ഭാവി കാര്യങ്ങളിലൊക്കെ നാം പ്രാർത്ഥനയിൽ അവളെ ഓർത്തുകൊണ്ടിരിക്കാം. അതോടൊപ്പം നമുക്ക് ആക്ഷമോളിൽ നിന്ന് 2 ഗാനങ്ങൾ ശ്രവിക്കാം. നമ്മളൊക്കെ ഇതിനു മുമ്പ് അവളുടെ പാട്ട് കേട്ടിട്ടുള്ളതാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശബ്ദമുള്ള ഒരു നല്ല ദൈവമകൾ. അവളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ആക്ഷമോൾ നമുക്കായിട്ട് 2 ഗാനങ്ങൾ ആലപിക്കുന്നതാണ്. ആക്ഷ. ഫസ്റ്റ് പാടാൻ പോകുന്ന പാട്ട് നന്ദി നന്ദി എൻ ദൈവമേ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നീശുപരാ. നന്ദി നന്ദി എന്നീശുവേ, നന്ദി എന്നീശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എന്നീവമേ, നന്ദി എന്നീശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നീശുപരാ. പാപത്തിൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നീശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നീശുപരാ. കൂരിരുൾ താഴ്വര അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നീശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നീശുപരാ. അടുത്ത പാഠം പോകുന്ന താൻ വാഴുകയാണെന്ന് പറയും. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായത്ര ധന്യമേ ലോകജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം
കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോകജീവിതം. ദൈവത്തിൻ പുത്രനാം യേശുഭുജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നു ജീവിക്കുന്നവൻ എന്നെ കരുതാൻ താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോകജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന ഭീതിയല്ല ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോകജീവിതം. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപേലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന ഭീതിയല്ല ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോകജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോകജീവിതം. എത്ര ധന്യമേ ലോകജീവിതം. താങ്ക് യു അക്ഷമോൾ, ബ്യൂട്ടിഫുള്ളി സാങ്. നല്ല പാട്ടുകൾ. ആ എണ്ണമില്ലാത്ത നന്മകൾക്കായിട്ട് നന്ദിയുള്ളവരായിട്ട് ഇരിക്കുവാൻ നമ്മളെ ഓർപ്പിച്ചു. അതുപോലെ അതിനുശേഷം ബിക്കോസ് ഹി ലിവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ എന്നുള്ള പാട്ട്, താൻ വാഴുകയാൽ ആകുലമില്ല. അപ്പം ഈ ഭാവി എല്ലാം കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് നമുക്ക് ആകുലമില്ലാതെ ജീവിക്കുവാനായിട്ട് നമ്മളെ ഒരിക്കൽ കൂടി ഓർപ്പിച്ചു. ഗാനത്തിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു മോൾ. ഗോഡ് ബ്ലസ് യു. ഇനി അടുത്തതായിട്ട് നമുക്ക് വചനം, ദൈവവചനത്തിന്റെ മുൻപാകെ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണല്ലോ. നമ്മുടെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ആളിന് ഒരു ഇൻട്രൊഡക്ഷന്റെയും ആവശ്യമില്ല. ഷീസ് ആൻ ഓത്തർ, അവാർഡ് വിന്നിംഗ് റൈറ്റർ, സ്പീക്കർ. ഏത് സമയത്ത് സംസാരിക്കാൻ പറഞ്ഞാലും ഒരു മടിയുമില്ലാതെ എത്ര സമയം വേണമെങ്കിലും ദൈവവചനത്തിൽ നിന്ന് നമ്മളെ പ്രബോധിപ്പിക്കുവാൻ കഴിവുള്ള സിസ്റ്റേഴ്സ് നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ജ്യേഷ്ഠ സഹോദരിമാർ നമുക്കുണ്ടല്ലോ എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് മുമ്പാകെ 20 മിനിറ്റ് നേരം വചനത്തിന്റെ മുൻപാകെ ഇരിക്കുവാനായിട്ട് സിസ്റ്റർ തങ്കമ്മ സാം ഫ്രം തിരുവനന്തപുരം. ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. സോ സിസ്റ്റർ തങ്കമ്മ സാം. താങ്ക് യു ലില്ലി. കേൾക്കാമോ? കേൾക്കാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. അത്രയൊന്നും ഞാനില്ല, ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു, ഞാൻ ഒന്നുമല്ല എന്ന് ഏറ്റു പറഞ്ഞ് സമ്മതിക്കുന്നു. ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നെന്നല്ലാതെ എനിക്കൊന്നും പറയുവാനില്ല.
ഇന്നും ഇങ്ങനെ ഒരു മഹാഭാഗ്യം ഈ 154 സിസ്റ്റേഴ്സ് പാണ്ഡത്തിന്റെ സിസ്റ്റേഴ്സ് മീറ്റിംഗിൽ സംസാരിപ്പാൻ ദൈവം ഇടയാക്കിയെന്നാൽ എനിക്ക് ഒരു പ്രയാസമേ ഉള്ളൂ. 20 മിനിറ്റ് കൊണ്ട് എന്ത് പറയും? 5 മിനിറ്റ് ഇപ്പൊ തന്നെ പോയി കഴിയും. എന്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി അങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് ദൈവം എനിക്ക് തരുന്നത്. പിന്നെ മാക്സിമം അല്പമൊക്കെ പറഞ്ഞ് നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തെ ഞാൻ ആദ്യമായിട്ട് സ്തുതിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തന്ന ദൈവത്തിന് അതിന്റെ പിൻപിൽ പ്രവർത്തിച്ച് അത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന പ്രിയ സഹോദരിമാർക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്കും ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചു തന്ന ശിവയെയും ഡാർലിസിനെയും മറ്റെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അക്സമോളോട് ഒരു നന്ദി വാക്ക് പറയാതിരുന്നാൽ അത് തെറ്റാണ്. കാരണം കുഞ്ഞിനോട് കഴിഞ്ഞ ദിവസമാണ് ഞാൻ പറഞ്ഞത്, മക്കളെ നീ പാട്ട് പാടണം. അവർക്ക് മലയാളം പാട്ട് പാടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അമ്മച്ചി മലയാളമാണോ ഹിന്ദി ഇംഗ്ലീഷ് ആണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല മക്കളെ, മലയാളം പാടണം, ഞങ്ങൾക്ക് അത് മോള് പാടി കേൾക്കണം. അവൾ അത് സമ്മതിച്ചു. നല്ല സ്വീറ്റ് ആയിട്ട് നമുക്ക് വേണ്ടിയ നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ടും, പിന്നെ നമുക്ക് രണ്ടാമത്തെ പാട്ട് അത് നന്നായിട്ട് പാടി. 2 പാട്ടും നമുക്ക് നല്ല മീനിങ് ഫുൾ ആയിട്ട് പാടി. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒത്തിരി ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്ന് നാം വചനത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു പ്രകാശനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക. നാം പ്രാർത്ഥിക്കാനായിട്ടാണ് വന്നത്. അനേക വിഷയങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ അതിനു മുമ്പേ നമ്മെ തന്നെ നാം ഒന്ന് ചോദന ചെയ്യും. നാം ഒരുക്കപ്പെട്ടവരായിട്ടാണോ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്? അതാണ് ഇന്ന് ഞാൻ നമ്മുടെ ജീവിതത്തിലെ അതിരാവിലെകൾ, അനേക ഏർലി മോർണിംഗ്സ് നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി. ഓരോ ദിവസവും നമ്മുടെ ജീവിതം ഒന്ന് എത്ര വർഷം ഉണ്ടെന്ന് നോക്കിയാൽ ഓരോ ദിവസവും ഓരോ ഏർലി മോർണിംഗ്സ് കടന്നുപോയി. ഈ ദൈവവചനത്തിൽ അനേക ഏർലി മോർണിംഗ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ചിലത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാനും അത് നമ്മുടെ ജീവിതത്തോട് തട്ടിക്കുവാനും മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വലിയൊരു സബ്ജക്റ്റാണ്. ഒരു 40 മിനിറ്റ് കിട്ടിയാൽ നന്നായി ഇത് പറയാം. അതുകൊണ്ട് അല്പം ചില പോയിന്റുകൾ ഓടിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ദൈവം അതിനുള്ള കൃപമേൽ കൃപ എനിക്ക് തരട്ടെ. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം. വിശേഷാൽ ഞാൻ വളരെ ക്ഷീണിതയാണ്. 2 ദിവസം മുമ്പേ എനിക്ക് ബാക്കൊന്ന് വെട്ടിയെന്ന് പറയും, അതിന് പറയുന്നത്, എനിക്ക് ബാക്കിൽ ഒരു പിടുത്തം ഉണ്ടായിട്ട് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഞാനാണ്. എന്നാൽ ദൈവം വളരെ പ്രാർത്ഥിച്ചു. ഷൈനിയും ലിസിയും എൻ്റെ അടുക്കൽ വന്നിരുന്നു പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ട് ഇത്രയും എന്നെ ബലപ്പെടുത്തി. ലിസിയുടെ മോള് ഗോഡ്സ് മോളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. ദൈവം എന്നെ ഇത്രത്തോളം ബലപ്പെടുത്തി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ആദ്യമായിട്ട് ദാവീദിന്റെ ഒരു സങ്കീർത്തനം നോക്കാം. യഹൂദ മരുഭൂമിയിലെ ദാഹജലം ലഭിക്കാത്ത ആ സ്ഥലത്തിരുന്നോണ്ട് ദാവീദ് ചമച്ച അത് വിവിധ പരീക്ഷണങ്ങളിൽ പോരാട്ടങ്ങളുടെ മധ്യത്തിൽ ഇരുന്നുകൊണ്ട് ദാവീദ് ചമച്ച ഒരു സങ്കീർത്തനമാണ് 63-ാം സങ്കീർത്തനം. അതിന്റെ 1-ാം വാക്യം പറയുന്നത്, ആ ദാഹജലം ഇല്ലാതിരിക്കുന്ന നമ്മൾ ആ സെറ്റപ്പ് ഒന്ന് ഓർക്കണം. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. എന്തിനു വേണ്ടി അന്വേഷിക്കുന്നേ? വെള്ളത്തിന് വേണ്ടിയല്ല. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. വെള്ളത്തിനായിട്ടല്ല ദാഹിക്കുന്നത്, എൻ്റെ ഉള്ളം നിനക്കായിട്ട് ദാഹിക്കുന്നു. എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. പ്രിയ സഹോദരിമാരെ, നമ്മൾ എത്രയോ പ്രാവശ്യം പ്രതികൂലങ്ങളുടെ മധ്യമൊക്കെ ആയപ്പോൾ പഴി പറയുന്നവരും നമ്മൾ കുറ്റം അയ്യോ എന്ന് വിളിച്ചിരിക്കുന്നവരുമായി ഇവിടെ ദാവീദ് ദാഹജലമില്ലാതെ ഇരിക്കുന്നിടത്ത് എൻ്റെ ഉള്ളം, ദൈവമേ നീ എൻ്റെ ദൈവം, എൻ്റെ ഉള്ളം നിനക്കായി കാക്ഷിക്കുന്നു. പിന്നെ പറയുന്നത് അതാണ്, നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന്
ഞാൻ നിനക്കായി കാംക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അതാണ് ദാവീദിന്റെ ഒരു അധികാലം. അത് എപ്പോഴാണ്? അധികാലത്ത് എഴുന്നേറ്റ് ചെയ്യുന്നതാണ്. അടുത്തത് നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം 1:4-5 വാക്യങ്ങളൊന്ന് വായിക്കാം. അവിടെ നമുക്കറിയാം ഇയ്യോബിന് 10 പുത്രന്മാരും 3 പുത്രിമാരുമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ വലിയ ധനവാന്മാരായിരുന്നു. അതുകൊണ്ട് താന്താന്റെ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് ചിലപ്പം ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെ ഏതെങ്കിലും അവരുടെ ഇമ്പോർട്ടന്റ് ഡേ ആയിരിക്കാം. അവർ വലിയ വിരുന്നൊരുക്കി ആ സഹോദരങ്ങളെല്ലാം കൂടെ തങ്ങളുടെ സഹോദരിമാരെയും വിളിച്ച് അവിടെ വിരുന്ന് ഒഴിച്ച് ആനന്ദിക്കുകയാണ്. ആ സമയത്ത് ഇയ്യോബ് എന്താണ് ചെയ്യുന്നത്? നമുക്കതൊന്ന് വയ്ക്കാം. അവന്റെ പുത്രന്മാർ താന്താന്റെ ദിവസത്തിൽ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളെ ചുളിപ്പിക്കുകയും ചെയ്യും. പതിവായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ, അതിന്റെ സമയത്തെന്നല്ല, വട്ടം അത് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇയ്യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ, ഓർത്തു നോക്കണം, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും, അടുത്ത വാക്ക് ഓർത്തോണം, നന്നാരാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു. ഈ വിധത്തിലാണോ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നമ്മളെ വിട്ടു ദൂരെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, പലരുണ്ട്. അവരെ ഈ വിധത്തിലാണോ നാം അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്? നാം നമ്മെ തന്നെ ഒന്ന് ചോദനയെ, നമ്മുടെ രാവിലെകൾ, അയ്യോ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ഉറങ്ങിക്കോട്ടെ. വളരെ സുഖമാണ് ഈ രാവിലെ കിടന്ന് ഉറങ്ങാൻ. ഞാൻ ഒന്നുകൂടി ഒന്ന് ചുരുണ്ട് കിടന്ന് ഉറങ്ങിക്കോട്ടെ, എന്നെ ആരും ഉപദ്രവിക്കരുതേ എന്ന് പറയുന്ന നമ്മൾ അത് ചിന്തിച്ചിരിക്കേണ്ട ആവശ്യം. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കർത്താവ് എങ്ങനെയായിരുന്നു എന്ന്. നമ്മുടെ കർത്താവിനെ കുറിച്ച് ലൂക്കോസ് ഒരുപാട് ഭാഗങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല, ഓടിച്ചു പോവുകയാണ്. ഇപ്പൊ തന്നെ സമയം പോയി. ലൂക്കോസ് 4:42 മർക്കോസ് 1:35 എനിക്ക് തോന്നുന്ന ഒരേ സംഭവം ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. കർത്താവിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനേക സന്ദർഭങ്ങളുണ്ട്, അതുകൊണ്ടല്ലായിരിക്കും. ഞാനിവിടെ മർക്കോസ് 1:35 മാത്രം വായിക്കാമെന്ന് വിചാരിക്കുന്നു. ലൂക്കോസ് 4:42 അത് തന്നെയാണ്. അധികാലത്ത്, പ്രത്യേകം ഓരോ വാക്കും നമ്മൾ ശ്രദ്ധിക്കണം. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. ഇത്രയേ ഉള്ളൂ. അധികാലത്ത് അവൻ എഴുന്നേറ്റു പുറപ്പെട്ടു ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. ഓരോ വാക്കിനും വളരെ ഇമ്പോർട്ടൻസ് ആണ്. In the early morning, while it was still dark, Jesus got up, left the house, and went away to a secluded place and was praying there. ഇതാണ് കർത്താവ് ചെയ്തത്. കർത്താവിന് അറിയാം, ഇച്ചിരി നേരം വെളുത്താൽ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആയേ ഒക്കത്തുള്ളൂ. അപ്പൻ വിളിക്കും, എടാ കുഞ്ഞെ പോയി ആശാരിപ്പണി കിടക്കുന്നു, ബാക്കി ചെയ്ത് തീർക്കാൻ. അമ്മ വിളിക്കും, മൂത്ത മകനാണ്, ഇളയത്തുങ്ങൾ ഒത്തിരി കിടക്കുന്നു. മൂത്ത മകൻ പറയും, മോനെ അത് ചെയ്യ, മോനെ ഇത് ചെയ്യ. അനേക കാര്യങ്ങളിൽ ഇൻവോൾവ്. അനുസരണക്കേട് കാണിക്കാൻ താൻ മനുഷ്യനല്ല, അതുകൊണ്ട് ഓരനുസരണക്കേടും കാണിക്കാനൊക്കെയല്ല. അപ്പോൾ അതെല്ലാം അനുസരിച്ചേ ഒക്കുള്ളൂ. അതുകൊണ്ട് എന്തോ എഴുതു, ഇരുട്ടോടെ എഴുന്നേറ്റ് ഈ കാര്യങ്ങൾ പടിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഒന്ന് ചിന്തിക്കാം. അധികാലത്തെ തയ്യാറെടുപ്പ്, the preparations in the early morning of our lives, our Christian lives. ഒന്ന്, എഴുന്നേറ്റു. എപ്പോഴാ എഴുന്നേറ്റെന്ന് ഓർക്കണം, ഇരുട്ടോടെ എഴുന്നേറ്റ്. നമ്മുടെ കർത്താവ് ഇരുട്ടോടെ എഴുന്നേറ്റ്, ഇരുട്ടുള്ളപ്പോഴ he got up. ഇരുട്ടുള്ളപ്പോൾ തന്നെ എഴുന്നേൽക്കുന്നു. എത്രയോ പ്രാവശ്യം പ്രിയ സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മളെ
ഒരു മൃദു ശബ്ദം നമ്മുടെ അടുക്ക വന്ന് നമ്മളെ തട്ടി വിളിച്ചിട്ടുണ്ട്. എഴുന്നേക്ക്, എഴുന്നേക്ക്, സമയമായി, എഴുന്നേക്ക് എന്ന് പറഞ്ഞ് തട്ടി വിളിച്ചിട്ടുണ്ട്. ആ മൃദു സ്വരം ആരുടെയാണെന്ന് പോലും ശ്രദ്ധിക്കാതെ നാം തിരിഞ്ഞു കിടന്നിട്ടില്ലേ? എത്രയോ പ്രാവശ്യം ആ സ്റ്റിൽ വോയിസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എഴുന്നേക്കണം. ഇല്ലെങ്കിൽ നാം തന്നെ അലാം വെച്ചിട്ട് അത് ഓഫ് ചെയ്തേച്ച് പിന്നെയും കിടക്കും. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, നിങ്ങളെല്ലാം അത് ഓർത്തോ. അതുകൊണ്ട് ഞാൻ എപ്പോ എന്ത് പറഞ്ഞാലും ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന് നമ്മളെ കുറിച്ച് ചില പദ്ധതികളുണ്ട്. അതിനാണ് നമ്മളെ അധികാലത്ത് വിളിക്കുന്നത്. നമ്മളുമായിട്ടൊരു സ്വൈര സംഭാഷണം, സമ്പർക്കം ചെയ്യണം. വേറെ ആരും ഉണ്ടായാലൊക്കുകയില്ല. അതിനാണ് അധികാലത്ത് നമ്മളെ വിളിക്കുന്നത്. എഴുന്നേറ്റേ, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് പറയാനുണ്ട്. എത്രയോ പ്രാവശ്യം നമ്മൾ അത് നിരസിച്ചത് കൊണ്ട് നമുക്ക് ആ ഭാഗ്യം കിട്ടാതെ പോയി, നമുക്ക് ആ ദൗത്യം ഏറ്റെടുക്കുവാൻ വയ്യാതെ പോയി. നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് എത്രയോ പ്രാവശ്യം എന്നെ കുറിച്ച് ദുഃഖിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെ കുറിച്ചും നാം അത് ഓർക്കണം. നമുക്കത് നഷ്ടക്കച്ചവടമായി പോയി. പിതാവോ ആയ ദൈവം അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമ്മളെ കുറിച്ചൊക്കെയും ഓരോ പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. നമ്മളാണ് അതിന് തടസ്സക്കാരൻ. നമ്മളാണ് അതിന്. നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, ബലം തന്നിട്ടുണ്ട്, കേൾവി തന്നിട്ടുണ്ട്, എല്ലാ ബുദ്ധി തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ കർത്താവ് എനിക്ക് ഇച്ചിരി കൂടെ ഒന്ന് കിടന്നേ ഒക്കത്തുള്ളൂ, ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ആ സുഖമായിട്ടൊന്ന് കിടന്നോട്ടെ എന്ന് വിചാരിച്ച് നാം എഴുന്നേറ്റില്ല. കർത്താവ് എന്ത് ചെയ്തു? എഴുന്നേറ്റു, ഇരുട്ടോടെ എഴുന്നേറ്റു. അതുകൊണ്ട് എന്തോ ചെയ്തു? തൻ്റെ പിതാവിന്റെ സന്നിധിയിൽ പോയിരുന്ന് ഇനി അടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം? ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കണോ? ഓടിപ്പോയി പിതാവിന്റെ അടുക്കൽ. അയ്യോ പിതാവെ, ഒന്ന് പറഞ്ഞു തരണേ, ഞാൻ ആരെയൊക്കെയാണ് തെരഞ്ഞെടുക്കേണ്ടത്? വേറെ ഒരു കാര്യം ചെയ്യണോ? അതിനു വേണ്ടിയുള്ളത് ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പിതാവിന്റെ അടുക്കൽ ചെന്ന് അനുഗ്രഹം പ്രാപിച്ചു. നാമും അങ്ങനെ എഴുന്നേറ്റിരുന്നെങ്കിൽ അനേക സന്ദർഭങ്ങൾ നാം പാഴാക്കി കളഞ്ഞു. എഴുന്നേറ്റിരുന്നെങ്കിൽ ഈ ദൈവം നമ്മളെയും ആ കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ചത് പരമേൽപ്പിച്ച് വിജയകരമായ ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നയിക്കുവാൻ ദൈവത്തിന് ഒരുപാട് പദ്ധതികളുണ്ട്. നാം എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട്, റോമാലേഖനത്തിൽ പറയുന്നത് പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നമ്മുടെ അധികാലങ്ങളെ, ഏർലി മോർണിംഗ്സിനെ നഷ്ടപ്പെടുത്താതെ നമുക്ക് ഒന്ന് ഉണരാം. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. നമുക്കറിയാം സദൃശ്യവാക്യം 6-ന്റെ 9, 10, 11 വാക്യങ്ങള്. സദൃശ്യവാക്യത്തിൽ എന്താ പറയുന്നത്? സദൃശ്യവാക്യം 6-ന്റെ 9 മുതൽ 11 വരെ. മടിയ, ആദ്യം വിളിക്കുന്നത് അതാണ്, മടിയ. അത് സദൃശ്യവാക്യത്തിൽ പലയിടത്തുണ്ട്. നീ എത്രത്തോളം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കൂടെ ഉറക്കം, കൂടെ നിദ്ര, കൂടെ കൈകെട്ടി കിടക്കാം. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. എത്രയോ സങ്കടകരമാണ്. എന്നാൽ നമ്മുടെ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ദാരിദ്ര്യമാണ്. നമ്മൾ ഇത് നിമിത്തം അനുഭവിക്കുന്നത്. നമ്മൾ കർത്താവിനെ അനുസരിക്കാത്തത് നിമിത്തം, ആ വിളി കേൾക്കാത്തത് നിമിത്തം നമ്മൾ ആത്മീയമായി ദരിദ്രരായി പോവുക. ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മള് അധികാലത്തെ ഉണർന്ന് എഴുന്നേൽക്കണം. അല്ലാതെ മടിയായെന്നുള്ള വിളിക്ക് യോഗ്യരാകാതെ നമ്മുടെ ആത്മീയ ദാരിദ്ര്യം തന്നെത്താൻ വലിച്ചു തലേ കയറ്റാതെ നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമതായിട്ട് അവൻ എഴുന്നേറ്റു, രണ്ടാമതായിട്ട് അവൻ ഭവനം വിട്ടു. He left the house. ഭവനാന്തരീക്ഷം അതൊരു വലിയ കംഫർട്ട് സോണാണ്. ഏറ്റവും നല്ല വിശ്രാമ കേന്ദ്രമാണ്. നമുക്ക് വളരെയേറെ സ്വസ്ഥത തരുന്നതാണ്. അതൊന്ന് വിടണം എന്ന് പറഞ്ഞാൽ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പോകണമെന്നോ ഭവനം നോക്കണ്ട എന്നോ ഒന്നുമല്ല.
ഈ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ അതിരാവിലെകൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ഭവനം ഒന്ന് വിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്വസ്ഥതയുള്ളിടത്ത്, കർത്താവ് മാത്രമായിട്ടുള്ള ഒരിടത്തേക്ക് നമ്മളെ തന്നെ ഒന്ന് മാറ്റി ഒന്ന് കുറച്ചു നേരത്തേക്ക് ഒന്ന് മാറ്റണം. അതാണ് കർത്താവ്. നമുക്കറിയാം 12-ാം വയസ്സിൽ ഈ കൊച്ചു ബാലൻ ആ മാതാപിതാക്കളെ വിട്ടൊന്ന് മാറി എവിടെ പോയി? ആരാധനാലയത്തിലോട്ട് പോയി അവിടെ തന്റെ ശുശ്രൂഷ ചെയ്തു. ഇല്ലെങ്കിൽ തനിക്കറിയാം ആ ശുശ്രൂഷ തന്നെ ഏൽപ്പിച്ചത് ആ സമയത്ത് ചെയ്യാൻ ഒക്കത്തില്ല. മാതാപിതാക്കളെ ഒന്ന് വിടുക. കുഞ്ഞു ബാലന, 12 വയസ്സേ ഉള്ളൂ. പക്ഷെങ്കിൽ പോയി അത് ചെയ്തത് കൊണ്ട് ആ സമയത്ത് ചെയ്യേണ്ട ശുശ്രൂഷ അവൻ ചെയ്തു. നമ്മൾ സമയത്ത് ചെയ്യേണ്ടത് പലപ്പോഴും മാറ്റിവെക്കുന്നവരാണ്. നമ്മുടെ കർത്താവ് അങ്ങനെ അല്ല നമ്മളെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ അതിരാവിലെകൾ നമ്മൾ പലപ്പോഴും നമ്മൾ മാറ്റിവെക്കുന്നവരായി പോകുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായി അവൻ എഴുന്നേറ്റു, രണ്ടാമതായി അവൻ ഭവനം വിട്ടു. ഭവനം വിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഭവനം വിട്ട് കളഞ്ഞങ്ങ് പോവുകയല്ല. നമ്മൾ ഒരു സ്വസ്ഥതയുള്ള ഒരു സ്ഥാനം കണ്ടുപിടിച്ച് അവിടെ ആയിരിക്കണം. മൂന്നാമത് ഒരു ഏകാന്ത സ്ഥലം, നിർജ്ജന പ്രദേശത്ത് ചെന്നു. അവൻ ചെന്നത് ഒരു നിർജ്ജന പ്രദേശത്ത്, ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ല. നമുക്കറിയാം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം പുരുഷാരം അങ്ങ് തിക്കും തിരക്കിയും ഒക്കെ ഇരിക്കും. അതിനാണ് അതിരാവിലെ ഇരുട്ടോടെ എഴുന്നേറ്റത്. നമുക്കും എനിക്കറിയാം, രാവിലെ ഒന്ന് ഇച്ചിരി സമയം കഴിഞ്ഞു പോയെങ്കിൽ ടെലിഫോണായി, അതായി ഇതായി നമ്മളങ്ങ് പോകുന്നത്. ഞാൻ എത്രയോ പ്രാവശ്യം എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ കുറ്റമേറ്റു പറഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഇതെന്റെ കുറ്റമാണ്. കാരണം പിന്നെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു വിളി വന്നെന്നിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരും. കണ്ണുനീരോട് ആ ദിവസം അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് കർത്താവ് അത് ചെയ്തില്ല. കർത്താവ് നല്ല അടുക്കും ചിട്ടയുമായിട്ട് തന്റെ കാര്യം ചെയ്യുന്നത്. കർത്താവ് എന്ത് ചെയ്തു? ഒരു ഏകാന്ത സ്ഥലത്ത് പോയി, നിർജ്ജന പ്രദേശത്ത് ചെന്നു, സോളിറ്ററി പ്ലേസിൽ ചെന്നിട്ട് അവിടെ ആരും തന്നെ എന്നിട്ട് ചെല്ലുന്നവരുണ്ട്. എന്നാൽ കർത്താവ് അങ്ങനെ ചെന്നിട്ട് തൻ്റെ പിതാവുമായിട്ട് തനിക്ക് സലപിക്കേണ്ടി, തനിക്ക് പങ്കുവെക്കേണ്ടത് എല്ലാം അവിടെ നിന്ന് പങ്കുവെച്ച് ഓരോ ദിവസത്തേക്കുള്ളത് പ്രാപിച്ച് വീട്ടിലേക്ക് വരികയാണ്. പിന്നെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ചെയ്യാം, തനിക്ക് പുരുഷാരത്തെ നോക്കാൻ പല കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമത് എഴുന്നേറ്റു, രണ്ടാമത് ഭവനം വിട്ടു, മൂന്നാമത് ഒരു ഏകാന്ത സ്ഥലത്ത് ചെന്നു. ആ ഏകാന്ത സ്ഥലം എന്നുള്ളതിന് നമ്മൾ മത്തായി സുവിശേഷം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യം നോക്കിയാൽ നമ്മളോട് പറയുന്ന ഒരു വാക്യങ്ങളുണ്ട്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരിമാരെ, നമുക്ക് പലപ്പോഴും പ്രതിഫലം നഷ്ടപ്പെടുകയാണ്. കാരണം രഹസ്യത്തിലുള്ള പിതാവിനോട് നമ്മുടെ രഹസ്യ പ്രാർത്ഥന നമ്മൾ പലപ്പോഴും നഷ്ടപ്പെടും. ഞാൻ എൻ്റെ കാര്യം എപ്പോഴും പറയുന്നല്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. നഷ്ടപ്പെടുത്തി പോകുന്നു. വളരെ റെഗുലറായിട്ട് ചെയ്ത കാലങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ എന്തെല്ലാം കംപ്ലൈന്റ് ആണ്, ശരീരത്തിന് വയ്യ, കർത്താവേ ഞാൻ ഇച്ചിരി നേരം കൂടെ കിടക്കട്ടെ, മരുന്ന് കഴിക്കുന്നുണ്ട്, ഇങ്ങനെ പല എക്സ്ക്യൂസുകൾ പറഞ്ഞ് മുമ്പോട്ട് പോവുകയുണ്ട്. പ്രിയ യങ്സ്റ്റേഴ്സായ സഹോദരിമാരെന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഇതാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സമയം. മാറ്റിവെച്ചാൽ നിങ്ങൾ പിന്നെ അത് ചിലപ്പോൾ ലഭിച്ചെന്ന് വരികയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിട്ടയായി ചെയ്യണം. അതാണ്. ഇനി നമ്മുടെ വചനത്തിൽ ഞാൻ ചെയ്തു പോയി, 5 മിനിറ്റേ ഉള്ളെന്ന് തോന്നുന്നല്ലയോ, എനിക്കറിയത്തില്ല. ഓക്കെ, ഭവനം വിട്ടു, പിന്നെ അവിടെ പ്രാർത്ഥിച്ചു. 4-ാമത്തെ കാര്യം അതാണ്. അവൻ അവിടെ പ്രാർത്ഥിച്ചു. എവിടെ? ആ സോളിറ്ററി പ്ലേസിൽ ഇരുന്ന് കർത്താവുമായിട്ട് പ്രാർത്ഥനയിൽ സമയം കഴിഞ്ഞു. ഈ 4 കാര്യങ്ങൾ നാമും ചെയ്യണം. അതിരാവിലെയുള്ള പ്രവർത്തനത്തിന്റെ ക്രമീകരണങ്ങൾ, അത് ഉദ്ദേശവും ഇതാണ്. നാം ഇത് ചെയ്താൽ നാം അനുഗ്രഹിക്കപ്പെടും. നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം. അതായത് നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടായിരിക്കണം. ഞാൻ ഇങ്ങനെ ചെയ്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. അത് നാം മാറ്റി വെക്കരുത്.
do we have a solitary place in our life to spend our prayer time with our prayer time with God in our early mornings? നമ്മുടെ ഏർലി മോർണിംഗിൽ നമുക്ക് അങ്ങനെ ഒരു സ്ഥലം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടോ? നാം അവിടെ നമ്മളെ തന്നെ നമ്മുടെ മുട്ടുമടക്കുന്നുണ്ടോ? നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മെ തന്നെ ശോധന ചെയ്യുക. അത് അവരവർ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ഈ ഇതിൽ ഭാഗങ്ങളിൽ അനേക ദൈവഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവർ തങ്ങളുടെ സമയങ്ങൾ അതിരാവിലെകൾ എങ്ങനെ ചെലവാക്കിയെന്ന്. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നു, ഭാര്യ ഭർത്താക്കന്മാരോട് പറയുമ്പോൾ ഭാര്യയോട് പറഞ്ഞിട്ട് ഭർത്താവിനോട് പറയുവാണ്, ആകയാൽ ഭർത്താക്കന്മാർ വരെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരാതിരിക്കത്തക്കവണ്ണം അല്പസമയത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായിട്ട് ഭാര്യയുടെ അടുക്കൽ നിന്നൊന്ന് മാറിയിരിക്കണം. അപ്പോൾ രഹസ്യ പ്രാർത്ഥനയുടെ ആവശ്യം, വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ആവശ്യം അവിടെ വളരെ സൂചിപ്പിക്കുക. ഭാര്യയോടാന്നേലും ഇന്ന് അല്പനേരത്തേക്കല്ല, പല രാജ്യങ്ങളിലാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല, അത് ഒക്കെയും അതിന്റെ വഴിക്ക് പോകട്ടെ. നാം അല്പസമയത്തേക്ക് മാറിയിരിക്കണം. അത് അത് ഭാര്യയായാലും ഭർത്താവായാലും അപ്പനായാലും അമ്മയായാലും മക്കളായാലും നമുക്കൊരു പ്രത്യേക സ്ഥലം വേണം. അവിടെ പോയിരുന്ന് അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന എന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നമുക്കറിയാം. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിന് ഒരു അതിരാവിലെ ഉപയോഗിച്ച് പലതുണ്ട്, എന്നാൽ ഉപയോഗിച്ചത് അതികഠിനമായ ഒരു പരീക്ഷണത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അബ്രഹാം എന്തോ ചെയ്തു? അധികാലത്ത് ഇരുട്ടുള്ളപ്പോഴേ എഴുന്നേറ്റു. ആരും അറിയരുത്. അവിടെ ഇഷ്ടംപോലെ വേലക്കാരുണ്ട്, ധനവാനാണല്ലോ, സാറായുണ്ട്. അറിയാതെ 2 ബാല്യക്കാരെയും വിളിച്ച് തൻ്റെ മകനെയും വിളിച്ച് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ഒരുക്കി അവിടുന്ന് ആ കൽപ്പിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. എന്തിനാണ്? ഇച്ചിരൂടെ കഴിഞ്ഞാൽ ഇസഹാക്ക് ഓടിച്ചെന്ന് അമ്മയോട് പറയാം, അമ്മേ ഞങ്ങളെ യാഗം കഴിക്കാൻ പോവാ കേട്ടോ അമ്മേ എന്ന് പറയാം. അപ്പോഴ് സാറാ തുടങ്ങും, ആരെയാണ്, എന്തുവാണ്, ആരെയാണെന്നല്ല, എന്തിനാണ്, എന്ത് ചെയ്യാ മൃഗം, പല ചോദ്യങ്ങളായി തടസ്സമായി. അതുകൊണ്ട് ഈ അപ്പച്ചൻ എന്ത് ചെയ്തു? ആരോടും പറയാതെ അതികാലത്തെ എഴുന്നേറ്റ് പോയി യാഗം കഴിച്ചു. മടങ്ങി തൻ്റെ പുത്രനുമായിട്ട് വന്നു. എത്ര സന്തോഷം, എത്ര വിജയകരമായ ഒരു അനുസരണവും ഒരു ആ പ്രതികൂലങ്ങളെ ജയിക്കുന്ന, ആ പരീക്ഷയെ ജയിക്കുന്ന അവസ്ഥയുമാണ്. രണ്ടാമത് യാക്കോബ് പദ്ദനാരാമിലേക്ക് ഓടുകയാണ്. യേശാവിനെ പേടിച്ച് ഓടുന്ന സമയത്ത് രാത്രിയായപ്പോൾ കിടന്നുറങ്ങി. അവിടെ സ്വർഗീയ ദർശനം കാണുന്നു. അവിടെ വെച്ച് താൻ അതിരാവിലെ എഴുന്നേറ്റ് തലയണയായി വെച്ച കല്ലെടുത്ത് നേരെ വെച്ചിട്ട് താൻ അവിടെ ആരാധന കഴിക്കും. നമുക്കറിയാം പിന്നീട് അത് ബേഥേല് ഒരു ആരാധനാ സ്ഥലമായി ദൈവം അനുഗ്രഹിച്ചു. യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റി. പിന്നെ മോശ യഹോവയുടെ വചനങ്ങളെല്ലാം കയ്യിൽ വെച്ച് പർവ്വതത്തിന്റെ അടിയിൽ വന്ന് 12 തൂണുകൾ നേരെ നിർത്തി അവിടെ അതിരാവിലെ അതികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, ആരാധന കഴിച്ചു. അതും എത്രയോ അനുഗ്രഹകരമായ കാര്യം. അത് പിന്നെ പുറപ്പാട് പുസ്തകം 24:24 മറ്റേത് യാക്കോബിൻ്റെത് ഉൽപ്പത്തി 28:18. ഇനിയും സങ്കീർത്തനം 5:3 യഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദാവീദ് എവിടെ വെച്ചാ? താനേ ശത്രുക്കളുടെ ഇതിലും പോരാട്ടങ്ങളിലും ഒക്കെ ആയിരിക്കുക, പ്രതികൂലങ്ങളുടെ മധ്യത്തിലാ. അവിടെ ഇരുന്നോണ്ടാ പറയുന്നത്, കർത്താവേ ഞാൻ ഒരുക്കി കാത്തിരിക്കുകയാണ്, ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. പ്രിയ സഹോദരിമാരെ, നമുക്ക് എന്ത് സൗകര്യങ്ങൾ, നമ്മൾ കാട്ടിലും മേട്ടിലും ഒന്നും അല്ല കേട്ടോ. നല്ല കൊട്ടാരങ്ങളിൽ താമസിച്ചുകൊണ്ട് സുഖലോലുപരായിട്ട് AC ഇട്ട് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കിടന്നുറങ്ങുകയാണ്. നമ്മളെ തട്ടി ഉണർത്തിയാലും പറയില്ല ഞാൻ ഇച്ചിരൂടെ ഒന്ന് ഉറങ്ങട്ടെ എന്ന് പറയുന്ന നമ്മളെ ഇവിടെ കണ്ട ദാവീദ് എന്ത് ചെയ്യുന്നു? രാവിലെ എഴുന്നേറ്റ് ഒരുക്കി കാത്തിരിക്കുകയാണ്.
ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. വേറെ ഒന്ന് സങ്കീർത്തനം 59:16 ഞാനോ നിന്റെ ബലത്തെ കുറിച്ച് പാടും, അധികാലത്ത് ഞാൻ നിന്റെ ദയയെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും, കഷ്ടകാലത്ത് നീ എന്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരിക്കുന്നു. ഇതെവിടെ വെച്ചാ പറയുന്നതെന്നറിയാമോ? ശൗൽ അയച്ച പട്ടാളക്കാർ വീടിനെ വളഞ്ഞിരിക്കുകയാണ്. ഈ 59 സങ്കീർത്തനത്തിൽ അതാണ് പറയുന്നത്. പട്ടാളക്കാർ ഈ നിമിഷം അവനെ കൊല്ലും. ആ കൊലയാളികളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് പറയുന്നത്, ഞാനോ നിന്റെ ബലത്തെ കുറിച്ച് പാടും, അധികാലത്ത് ഞാൻ നിന്റെ ദയയെ കുറിച്ച് ഘോഷിച്ചാനന്ദിക്കുമെന്ന്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഘോഷിച്ചാനന്ദിക്കാൻ നമുക്ക് തോന്നില്ല. അയ്യോ, എനിക്ക് ഇന്നലെ ഒരു പുറമേദന വന്നപ്പോഴത്തേനും അയ്യോ എന്ന് പറഞ്ഞ് ഞാൻ ഒടിഞ്ഞു പോയി. അത്രയേ ഉള്ളൂ നമ്മള്. എന്നാൽ ഇവിടെ ശത്രു ഏത് നേരത്തും കഴുത്ത് വെട്ടാമെന്ന് ഇരിക്കുമ്പോൾ ഈ ദാവീദ് രാവിലെ ഘോഷിച്ചാനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെയുള്ള നമ്മുടെ രാവിലെകളുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ മാത്രമേ പറയത്തുള്ളൂ. നമുക്കറിയാം, സഹോദരിമാർ ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട് അധികാലത്തെ ഒരു ടൂർ പോയി കേട്ടോ. വന്നു, കർത്താവിന്റെ അടക്കം കഴിഞ്ഞു, ക്രൂശീകരണം കഴിഞ്ഞു, അടക്കം കഴിഞ്ഞു, പോയി വിശ്രമിച്ചു. അതിനിടയില് സുഗന്ധവർഗങ്ങൾ ഒരുക്കി കല്ലറയിലേക്ക് പോകുകയാണ്. അവിടെ ചെന്നപ്പോൾ അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വാർത്ത. നിങ്ങൾ പോയി എന്റെ ശിഷ്യന്മാരോട് പറയുവിൻ. സുവിശേഷവും വഹിച്ചുകൊണ്ട് അവർ ഒരോട്ടമാണ് തിരിച്ച്. എത്രയോ ഭാഗ്യമാണ്. അവരെപ്പോഴാ പോയത്? അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ. അതെനിക്ക് തോന്നും ലൂക്കോസിന്റെ സുവിശേഷത്തിലും 24:1, യോഹന്നാന്റെ സുവിശേഷം 20:1, ഇത് രണ്ടിലും പറയുന്നുണ്ട്. അവരൊരുക്കിയ സുഗന്ധവർഗവുമായിട്ട് പോയി, അതുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടു. അത് രാവിലെ ഇരുട്ടുള്ളപ്പോൾ ആ സഹോദരിമാർ പോയതാണ്. എങ്ങനെ പ്രിയ സഹോദരിമാരെ, നമുക്കും ഇങ്ങനെ മുമ്പോട്ട് പോകുവാൻ ഒക്കുമോ? നമ്മുടെ അതിരാവിലെകൾ, നമ്മുടെ ഏർലി മോർണിംഗുകൾ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കുവാൻ ഒക്കുമോ? അതോ നമ്മൾ കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ കൈകെട്ടിക്കിടപ്പ്, അതാണോ നമ്മുടെ മടിയന്മാരായിട്ട് തീരുകയാണോ? നമ്മൾ ആത്മീയ ദാരിദ്ര്യം നമ്മളിലേക്ക് വരുത്തി വെക്കുകയാണോ എന്ന് ചിന്തിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം. നമുക്ക് നല്ല സർവായുധ വർഗങ്ങൾ തന്നിട്ടുണ്ട്. പ്രാർത്ഥന അതിലൊരെണ്ണമാണല്ലോ. നമ്മളിപ്പോ പ്രാർത്ഥനയ്ക്കായിട്ട് പോകുമ്പോൾ നമ്മൾ ഒരുക്കി കാത്തിരിക്കുന്നവരായിട്ടാണോ? നമ്മൾ നമ്മൾക്കൊരു ഒരുക്കമുണ്ടായിരുന്നോ? ആ കർത്താവിന്റെ ഒരുക്കം പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഒരുക്കങ്ങളുണ്ടോ? നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് റൂമിലേക്ക് പോകുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തി ഈ കേട്ടതൊക്കെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് പോകാം. നമ്മുടെ തലകളെ വണക്കാം. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മളോട് കൂടെയുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പാൻഡത്ത് ഫോർ ദ ലിവിങ് വേർഡിലെ എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നിവിടെ വചനം കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിൽ ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. താങ്ക് യു മാമ.